ഹായ് കൂട്ടുകാരെ, നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശില്പമാണ് അതായത് ഈ കാണുന്ന ഗണേശൻ്റേത്. നമ്മുടെ ആമയാലിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇതേണ്ട ഈ ഗണേശ ക്ഷേത്രത്തിലോട്ടാണ്. നമ്മുടെ ഈ ഗണേശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വട്ടമേളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഗണപതി ഭഗവാനെ തൊഴാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ ഗണപതി ക്ഷേത്രം കേട്ടോ. ഇതുണ്ട് നല്ലൊരു മനസ്സിന് നല്ലൊരു ശാന്തി തരുന്ന ഒരു രീതിയിൽ നമ്മൾ കയറുമ്പോൾ തന്നെ വേണ്ട അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഒരു വശത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ താമര. ഇതേപോലത്തെ ഒത്തിരി താമരകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഗണേശ ക്ഷേത്രം. നമ്മൾ വെളിയിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് ഇതാണ് നമ്മുടെ ഗണേശ ക്ഷേത്രം കേട്ടോ. പിന്നെ വേണ്ടേ അതിൻ്റെ അകത്ത് നമ്മൾ കയറി, അതിൻ്റെ അകത്താണ് നമ്മുടെ ഗണേശ വിഗ്രഹമുള്ളത് കേട്ടോ. അതായത് നല്ല മനസ്സിന് നല്ലൊരു ശാന്തി. അങ്ങനെ ഞങ്ങൾ കയറി തൊഴുത് നമുക്ക് പ്രസാദം എല്ലാം കിട്ടി. ഞങ്ങൾ ചരടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ലൊരു തൊഴാൻ വേണ്ടിയൊക്കെ നമുക്ക് നല്ലൊരു ഇതാണ്. പിന്നെ വേണ്ടേ അവിടെ കയറി ഞങ്ങൾ ഇറങ്ങി അവിടെ അമ്പലത്തിൽ കയറി പ്രസാദം എല്ലാം വാങ്ങിച്ച ശേഷം നമ്മൾ ഗണേശനെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ. ഇത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗണേശ ശില്പമാണ് ഇത് നമ്മുടെ ഇവിടെ ആമയാറ്റിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ വെറും ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞി അനുജനാണ് ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത്. ഏകദേശം 38 ലക്ഷം രൂപയോളം ചിലവ് 6 വർഷം എടുത്താണ് നമ്മുടെ ഈ ശില്പം പണിത് തീർത്തത്. ശില്പം പണിതെന്ന് വെച്ചാൽ നമ്മുടെ കുമളിക്ക് പോകുന്ന, അതായത് നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് കുമളിക്ക് പോകുന്ന വഴിയിലാണ്, റോഡ് അരികിനോട് ചേർന്ന ഒത്തിരി നമ്മുടെ വിദേശ സഞ്ചാരികളെല്ലാം വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരിതാണ്. കാരണം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശില്പങ്ങളിൽ ഒന്നാണ് ഇത്. കണ്ടോ നമ്മുടെ ഗണേശനെ കണ്ടോ, ഒരു പ്രത്യേക ഒരു വൈബാണ്. നമ്മുടെ വൈകിട്ട് രാവിലെ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഫുള്ള് ഗണേശൻ ഫുള്ള് മഞ്ഞായിരിക്കും. ഇതുകൊണ്ട് ഇപ്പോഴും അതേപോലൊക്കെ ഒരു കാലാവസ്ഥയിലാണ്.